മനുഷ്യരുടെ ഡിഫറെൻറ്റ് പോസുകൾ വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ചിത്രകലയിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും അനാട്ടമി പഠിക്കാതെ തന്നെ ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് മനുഷ്യരുടെ ഡിഫറെൻറ്റ് പോസുകൾ ഹ്യൂമൻ ബോഡി വരയ്ക്കാനായിട്ട് സാധിക്കും. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പിക്ചറിന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളാക്കി ചെയ്യാൻ പറ്റുന്ന ഷേപ്പ് എന്താണ്? നമുക്ക് തലയുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് കാൽമുട്ടിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ കാൽമുട്ടിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ഷൂവിൻ്റെ മിഡിൽ പോർഷനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്ന് ഈ ഒരു കൈയുടെ ഈ ഒരു പോർഷനിലേക്ക് വരയ്ക്കാം. ഹെഡിൻ്റെ ഇവിടെ നിന്ന് ഷോൾഡറിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഷോൾഡറിൽ നിന്ന് നേരെ നമ്മുടെ കൈയുടെ ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് മുട്ടിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിനെ കുറച്ചും കൂടി നമുക്ക് ഡിവൈഡ് ചെയ്ത് കുറച്ചും കൂടി ഷേപ്സ് ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലൈൻസ് നോക്കിയിട്ട് വേണം നമ്മുടെ പേപ്പറിലേക്ക് വരയ്ക്കാനായിട്ട്. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു സ്കെയില് നമുക്ക് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം ഇതേപോലത്തെ ഷേപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ആംഗിൾ എത്രയാണ്, ഈ ഒരു ലൈനിൻ്റെ ലെങ്ത് എത്രയാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാണ് ഇമാജിൻ ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പ് ഏകദേശം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രം ഉള്ളിലത്തെ ഷേപ്പ് നമുക്ക് വരയ്ക്കാം. ഹെഡിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം നോക്കി ഈ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ചെവി വരുന്നത് ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിൽ നിന്നാണ് ചെവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കി അതുപോലെ തന്നെ ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ ആ ലൈൻ നമുക്ക് നോക്കിയിട്ട് ആ ലൈനിൻ്റെ ഉള്ളിലാണോ പുറത്താണോ, ലൈനിൻ്റെ ഏതൊരു ഭാഗത്താണ് ഈ ഷേപ്പുകൾ വരുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ? അപ്പോൾ നമ്മൾ ടോട്ടലി ഈ ഒരു പിക്ചർ വളരെ പ്രൊപ്പോർഷനൊക്കെ ഏകദേശം കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ആദ്യം ഇട്ട രണ്ട് ഷേപ്പുകളും ആ ലൈൻസും ഒക്കെ ആയിരുന്നു. ഇനി ഞാൻ കുറച്ചും കൂടി ലൈൻസ് ഒന്ന് കറക്റ്റാക്കി ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അതുതന്നെയല്ല, ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് മെത്തേഡാണ്. നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ല് കൂടാനും നിങ്ങളുടെ ഡ്രോയിങ് സ്കില്ല് വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് മെത്തേഡാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.